എനിക്ക് ആർട്ടിസ്റ്റിനെ മനസ്സിലായിട്ടില്ല. പേര് വെച്ച് എനിക്ക് മനസ്സിലാവാത്തതായിരിക്കും. കുറെ പേരുണ്ടായിരുന്നു. കൂടെ ഉണ്ടായിരുന്ന ഒരു താരത്തിലും കൂടി സമാനമായ അനുഭവം ഉണ്ടായതുകൊണ്ട് കരഞ്ഞിട്ടാണ് സെറ്റിൽ നിന്ന് പോയത് എന്നൊക്കെ വിൻസിയും അതിനകത്ത് പറയുന്നുണ്ട്. അറിയില്ല. എന്റെ സെറ്റിൽ ആരും കരഞ്ഞിട്ട് പോയിട്ടില്ല. എന്റെ സെറ്റിൽ ആരും കരഞ്ഞിട്ട് പോയിട്ടില്ല. കരച്ചിലുണ്ടായിരുന്നു അവസാനത്തെ ദിവസം ഷൂട്ട് കഴിഞ്ഞതിന്റെ. ഇതിനെ ഏറ്റുപിടിച്ച് മറ്റൊരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ കോ ആക്ട്രസ് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിരുന്ന ഒരാള് അവരും കംപ്ലൈന്റ് ആയി വരികയാണെങ്കിൽ അതിന് ന്യായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്താ പറയാ അവരുടെ സൈഡിൽ തന്നെയായിരിക്കും. ഇതുവരെ നമ്മൾ ICയിൽ അങ്ങനെ ഒരു കംപ്ലൈന്റ് ഫോമിലി കിട്ടിയിട്ടില്ല നമുക്ക്. പിന്നെ അതിന്റെ ഉള്ളിലുള്ള ടോക്സ് ആണ് ഈ ലീക്കായി വരുന്നത്. അതിന്റെ സത്യാവസ്ഥ നമുക്ക് അറിയില്ല. തീർച്ചയായിട്ടും അല്ല, അങ്ങനെ ഒരു കോർ ടെക്നീഷ്യൻ ലെവലിൽ ഈ ഇഷ്യൂ ഡിസ്കസ് ചെയ്യപ്പെടുകയോ അങ്ങനെ ഒരു കൺസൾട്ടേഷൻ അവിടെ നടക്കുകയോ ചെയ്തിട്ടില്ല. ഒരു പക്ഷേ അവർക്ക് പരിചയമുള്ള അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ആ ലൊക്കേഷനിലെ മറ്റാളുകളോട് അവർ സൈലന്റ് ആയി ഡിസ്കസ് ചെയ്യുകയോ ആ വിഷയം ഇപ്പൊ നമുക്ക് ലൗഡ് ആക്കണ്ട എന്നുള്ള രീതിയിലേക്ക് അവർ സംസാരിക്കുകയോ ചെയ്തിട്ടുണ്ടാവും. വിൻസി തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, വിൻസി പറയുന്ന കാര്യമല്ല, ഇത്തരം ഇഷ്യൂസ് വരുന്ന ഒരു സിനിമയുടെ ഡിജിറ്റൽ റൈറ്റ്സും സാറ്റലൈറ്റും ഒക്കെ വളരെ പ്രശ്നമാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ. കാരണം ഒന്ന് ഇപ്പോൾ OTT ഡിജിറ്റൽ റൈറ്റ്സ് എന്താ പറയുക സാറ്റലൈറ്റ് റൈറ്റ്സോ മര്യാദയ്ക്ക് പോകുന്നില്ല ഒരു സിനിമയിൽ. അപ്പൊ ഇത്തരം ഒരു ആരോപണം കൂടെ ഉണ്ടെങ്കിൽ അതിന് 100% എഫക്ട് ചെയ്യും. അപ്പൊ അവര് ഈ അസോസിയേഷനിൽ കംപ്ലൈന്റ് ചെയ്യുമ്പോൾ പോലും ഈ പടവും ഈ കംപ്ലൈന്റ് ചെയ്യപ്പെടുന്ന വ്യക്തിയുടെയും പേര് അനോണിമസ് ആയിട്ട് കീപ്പ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് അവർ കംപ്ലൈന്റ് കൊടുത്തത്. പക്ഷെ ഒരിക്കലും ഒരു മീഡിയ സ്റ്റേറ്റ്മെന്റ് നമുക്ക് കിട്ടി, ഇത് നമ്മുടെ ഹീറോന്റെ പേരും ഈ പടത്തിന്റെ പേരും മീഡിയക്ക് കിട്ടിയത് ഈ പറയുന്ന പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ കസ്റ്റോഡിയൻ പോലെ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് തന്നെയാണ് കിട്ടിയെന്ന് പറയുന്നു. അപ്പൊ വിൻസി പറയുന്നത് നമുക്ക് എങ്ങനെയാണ് ഇത് വിശ്വസിക്കാൻ പറ്റുന്നത് ഈ കാര്യങ്ങൾ? അപ്പൊ അതുകൊണ്ട് ഈ പടത്തിന്റെ ഗുഡ്വില്ലിന് വേണ്ടിയിട്ടായിരിക്കും അവർ ഈ വിഷയം ലൗഡാക്കാതെ സൂക്ഷിച്ചിട്ടുള്ളത്. അവർക്ക് അറിയാവുന്ന കുറച്ച് പേരോട് അവർ സംസാരിച്ചിട്ടുണ്ടാവും. താൽക്കാലികമായിട്ട് അവർ രമ്യതയിൽ എത്തിച്ചിട്ടുണ്ടാവും. ഒരുപക്ഷെ ഒരു എന്താ പറയാ ഡയറക്ടറോടോ അല്ലെങ്കിൽ അതിന്റെ കോർ ടെക്നീഷ്യൻസിനോടോ ആ വർക്കിന്റെ ഇടയിൽ അവരത് ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വെച്ചിട്ടായിരിക്കാം തുറന്നു പറയാത്തത്.